ഹേ ഗായ്സ്, സോ ഇന്ന് ഡിസംബർ 31. നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയ കഥേൻ്റെ ബാക്കി പറയാം. എൻ്റെ കൈ ഓൾറെഡി ഫ്രാക്ചർ ആയിരിക്കുന്നതുകൊണ്ട് നമ്മൾ ന്യൂ ഇയറിന് പുറത്തേക്കൊന്നും പോകാനുള്ള പ്ലാൻ ഉണ്ടായില്ല കേട്ടോ. എന്നെ സംബന്ധിച്ച് ഈ കൈ വെച്ച് പുറത്തേക്ക് ഇറങ്ങാന്ന് പറഞ്ഞാൽ വൺ ടാസ്ക് ആയിരുന്നു, പ്രത്യേകിച്ച് ന്യൂ ഇയർ ഇൻ കൊച്ചി. ട്രാവൽ ചെയ്ത് വന്നതിൻ്റെ ക്ഷീണം കാരണം ഉമ്മിച്ചി നെഫ്ലെ ന്യൂ ഇയർ ഒന്നും കാത്തുന്നില്ല, നേരത്തെ ഇറങ്ങി. അങ്ങനെ ഞാനും നാസി നേരെ ടെറസിന്റെ മേലെ പോയി. അങ്ങനെ 12 മണി വരെ വെയിറ്റ് ചെയ്തു. ഞങ്ങൾ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞു. പിന്നെ അച്ഛനും അമ്മേനെയും ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞു. പിന്നെ അത്യാവശ്യം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് സ്റ്റോറി ഇട്ടു. അങ്ങനെ ഞങ്ങൾ നേരെ പോയി കിടന്നുറങ്ങി. ഇതായിരുന്നു ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ. അങ്ങനെ പിറ്റേ ദിവസം ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ നേരെ വിട്ടു കൊച്ചിയിലേക്ക്. ആദ്യം ജങ്കാറ് വഴി പോകാനായിരുന്നു പ്ലാൻ, പക്ഷേ തിരക്കാറ് ഞങ്ങൾ ആ പ്ലാൻ ഉപേക്ഷിച്ചു. അങ്ങനെ ഞങ്ങൾ ബോൾഗാട്ടിൽ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് പിന്നെ ഉമ്മിച്ചിന്റെ കടലും ബോട്ടും ഷിപ്പും വലയെറിയുന്നതും ഒക്കെ കാണിച്ച് ഞങ്ങൾ നേരെ മന്തി വയ്ക്കാൻ പോയി. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു, വീട്ടിൽ നിന്ന് ഒന്നും കഴിക്കാണ്ട് ഇറങ്ങി. അങ്ങനെ ഫുഡും അടിച്ച് ഞങ്ങൾ ബീച്ചിലേക്ക് എത്തി. പിന്നെ എന്നത്തെ സ്ഥിരം പരിപാടി കട ഉണ്ട്, നമുക്ക് കയറാണ്ടിരിക്കാൻ പറ്റില്ല. അതിനിടയിലാട്ടോ ഈ സംഭവം കണ്ടത്. ഇതെന്താണെന്നൊന്നും മനസ്സിലായില്ല, സംഭവം എന്തായാലും കാണാൻ കൊള്ളാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് നേരെ ബീച്ചിലേക്ക് വന്നു. എന്റെ കൈ ഫ്രാക്ചർ ആയിരിക്കുന്നതുകൊണ്ട് കുറെ ദിവസം എത്തി ഞാൻ ഇന്നാണൊന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇപ്രാവശ്യം എന്നത്തെയും പോലെയല്ല, ഞാനായിരുന്നു ഫോട്ടോഗ്രാഫർ. ഞങ്ങൾ വന്നപ്പോൾ വലിയ തിരക്കുണ്ടായിരുന്നില്ലെങ്കിലും ഈവനിങ് ആയപ്പോഴേക്കും അത്യാവശ്യം നല്ല തിരക്കായി തുടങ്ങി. ഇവരുടെ വൈബ് കണ്ടിട്ടാണെങ്കിലോ തുള്ളാണ്ടിരിക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഞാൻ 2 സ്റ്റെപ്പൊക്കെ ഇട്ടു, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. തിരക്ക് കൂടി വന്നുകൊണ്ട് ഞങ്ങൾ കാർണിവലൊന്നും കാണാൻ നിന്നില്ല. വണ്ടി നേരെ മറൈൻ ഡ്രൈവിലേക്ക് വിട്ടു. അങ്ങനെ മറൈൻ ഡ്രൈവ് എത്തി ഞങ്ങൾ നേരെ വിട്ടു നമ്മുടെ കുലുക്കി അടിക്കുന്ന ഷോപ്പിലേക്ക്. അവിടുത്തെ സ്പെഷ്യൽ എന്താന്ന് വെച്ചപ്പോൾ പുള്ളി പറഞ്ഞു ബൂസ്റ്റ് സർബത്ത്. ഞാനും പറഞ്ഞു വന്നാൽ ആയിക്കോട്ടെ. പാലും ബൂസ്റ്റൊക്കെ ഇട്ടുകൊണ്ട് സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നാസി വാങ്ങിയത് പച്ചമാങ്ങ കുലിക്കായിരുന്നു, ഉമ്മിച്ചി നഫ്ലയും പാഷൻ ഫ്രൂട്ട്. ഞാൻ സംഭവം എല്ലാം ടേസ്റ്റ് ചെയ്തു, എല്ലാം ഒന്നിനൊന്നും അടിപൊളിയായിരുന്നു കേട്ടോ. ഉമ്മിച്ചിനെ വാട്ടർ മെട്രോയിൽ കയറ്റണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ തിരക്ക് കാരണം അത് നടന്നില്ല. അങ്ങനെ ഉമ്മിച്ചിനെ മറൈൻ ഡ്രൈവും കാണിച്ച് കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. കൊച്ചി കണ്ടതിന്റെ സന്തോഷത്തിലായിരുന്നു ഉമ്മിച്ചി. കൊച്ചി മൊത്തം ചുറ്റി കാണിക്കാൻ പറ്റിയില്ലെങ്കിലും ഉമ്മിച്ചിയുടെ സന്തോഷം കണ്ടപ്പോൾ ഞങ്ങൾ ഹാപ്പിയായി.